ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ സത്യഭാമയുടെ വീട്ടിൽ പൊന്നിയാണെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താനുള്ള ശ്രമം ഉറക്കാനുള്ള ശ്രമമൊക്കെയാണ്. പക്ഷേ കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ ഉമ്മറത്ത് സിറ്റൗട്ടിലിരുന്ന് രാഘവന്നാർക്ക് കയ്യിൽ കുഴമ്പൊക്കെ ഇട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് പിള്ളയാണെങ്കിൽ. അന്നേരം ഈ കൊച്ചിൻ്റെ വായ കഴിക്കൂലേ, എത്ര നേരമായി കരച്ച് തുടങ്ങിയിട്ട് ഒരു ഇതില്ലല്ലോ, ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വന്ന് കയറിയിരിക്കുന്നത് അസുര വിത്താണ്, മുച്ചൂട് മുടിക്കാനായിട്ടുള്ള. അതുകൊണ്ട് ഇനി ഇവിടെയൊന്നും നല്ല കാര്യമൊന്നും നടക്കില്ല എന്ന് പറയുക. അന്നേരം താൻ വെറുതെ കഥാപ്രസംഗം പറയാതെ എന്ന് പറയുന്നു. അന്നേരം ഈ കൊച്ചിൻ്റെ കാര്യത്തിലൊന്നും പറയരുതെന്നല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത് എൻ്റെ വീടാണ്, തനിക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന് രാഘവന്നാർ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ നിലനിൽപ്പ് നമ്മൾ നോക്കിയേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പൊന്നിയോട് രാഘവന്നാർ വിളിച്ച് പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉറക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡൈപ്പർ അടിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്ങനെയായാലും ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രാഘവന്നാർ പറയുന്നുണ്ട്. അന്നേരം ഈ ഒരു ലക്ഷണം കണ്ടിട്ട് കിട്ടാനൊന്നും പോണില്ല, അങ്ങനെ ഒരു അസുര ജന്മമല്ലേ വന്ന് കയറിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം താൻ എന്തോടെ പറയുന്ന, ജാമ്യം കിട്ടില്ലെന്നാണോ ചോദിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം വെച്ച് പറഞ്ഞതാണ്, പിന്നെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിള്ള ഇങ്ങനെ പൊന്നി വരുന്നുണ്ടോ നോക്കിയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, സാറേ സ്വർണ്ണം കഴിക്കുന്ന മരമായാലും വീടിന് നേരെ ചാഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, മുറിച്ച് കളയല്ലേ, അതുപോലെ തന്നെയാണ് ഇതും. പിന്നെ നമുക്ക് ആപത്താണെന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അന്നേരം താൻ എന്തോ അവിടെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, മറ്റെവിടെയെങ്കിലും കൊണ്ടാക്കണം സാറേ, നമുക്ക് നമ്മുടെ നിലനിൽപ്പല്ലേ വലുത്, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ സ്വന്തം കാര്യം ആദ്യം നോക്കണം, പിന്നെയല്ലേ മറ്റുള്ളവരുടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കുറിച്ച് വീണ്ടും ദോഷവശങ്ങളൊക്കെ അങ്ങോട്ട് രാഘവന്നാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാഘവന്നാർ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട്, കുറച്ചൊക്കെ അങ്ങ് കളയുകയാണ്. അന്നേരം പൊന്നിയാണെങ്കിൽ അവിടെ കുഞ്ഞിനെ ഉറക്കാനുള്ള ആ ഒരു തത്രപ്പാടിലൊക്കെയാണ്. ഇതേസമയം അവിടെ കോടതിയിൽ ജഡ്ജിയാണെങ്കിൽ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിക്കുന്നുണ്ട്. അവിടെ പിന്നെ പ്രതി എന്നാരോപിക്കുന്ന ഈ സത്യഭാമയ്ക്ക് പിന്നെ സത്യഭാമയ്ക്കെതിരെയുള്ള ആ ഒരു വാദിഭാഗം പബ്ലിക് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കാത്തതിനാലും പിന്നെ പ്രായം കണക്കിലെടുത്തും പിന്നെ ഈ പ്രതി എന്ന് പറയുന്ന സത്യഭാമയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തതിനാലും ആൾജാമ്യത്തിൻ്റെ പേരിൽ സ്റ്റേഷൻ പരിധി വിട്ടുപോകരുത് എന്നുള്ളൊരു നിബന്ധനയിൽ ജാമ്യം അനുവദിക്കുന്നു. അടുത്ത മാസം 28-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് ജഡ്ജി ഇറങ്ങുന്നുണ്ട്, ബാക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അവിടെ സത്യഭാമയും ശിവനും ശാലിനിയും പിന്നെ അനുരാധയും മാത്രമാവുകയാണ്. സോമശേഖരനൊക്കെ ആകദേശത്തിലൊക്കെയാണ് പോകുന്നത്. അന്നേരം കൃത്യസമയത്ത് മോള് വന്നല്ലോ എന്നിങ്ങനെ ഭാമ ശാലിനിയോട് പറയുകയാണ്. അന്നേരം സത്യഭാമ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ശിവനുമൊക്കെ ആകെ സന്തോഷത്തിലാണ്. തുടർന്ന് അനുരാധയോട് പറയുന്നുണ്ട്, ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അന്നേരം ആ 2 പേര് സാക്ഷികൾ വന്നതുകൊണ്ടാണ്, എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ, പിന്നെ പൈസ നേരിട്ട് വാങ്ങിയത് കൊണ്ടുമാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം അനുരാധയുടെ ഫോണിലേക്കൊരു കോൾ വരുന്നുണ്ട്. അന്നേരം ശിവനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡാണ്, ശിവൻ എന്നാണ് പേര്, ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്ന ഇയാളാണെന്നും പറഞ്ഞ് ശാലിനി ശിവനെ പരിചയപ്പെടുത്തുകയാണ്. അനുരാധ ഷേക്ക് ഹാൻഡേ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അനുരാധയ്ക്ക് ഒരു ഫോൺ കോൾ വരുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ സത്യഭാമയോട് പറയുന്നുണ്ട്, സത്യഭാമ ഒന്നുകൊണ്ടും പേടിക്കില്ല, ഇനി ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. 2 പേരുടെയും മുഖത്താൽ സന്തോഷവും ഒരു കണ്ണുനീരും ഒക്കെയാണ്. തുടർന്ന് കാണിക്കുന്നത് അനുരാധയുടെ വീടാണ്. അനുരാധയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിട്ട് പെട്ടെന്ന് ഓടി പാഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അന്നേരം വീട്ടിൽ പിന്നെ അനുരാധയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയോ അച്ഛനെയാണ് ആദ്യം കാണിക്കുന്നത്. അന്നേരം എന്താ അച്ഛാ എന്താ ഉണ്ടായെന്നും പറഞ്ഞ് അനുരാധ ഓടി ചെല്ലുകയാണ്. അന്നേരം മൂർത്തി വാതിലടച്ചിരിക്കുകയാണ്, ഞങ്ങൾ വിളിച്ചിട്ട് തുറക്കുന്നില്ല, ദുർഗയും വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ദുർഗ എന്ന് പറയുന്നത് ഈ മൂർത്തിയുടെ പിന്നെ സഹോദരിയാണ്. ഈ പിന്നെ അനുരാധയുടെ ഭർത്താവാണ് മൂർത്തി എന്ന് പറയുന്നതും. അന്നേരം ഈ ദുർഗയ്ക്കാണെങ്കിൽ ഈ അനുരാധ ഇഷ്ടമല്ല. ഞാൻ അന്നേ പറഞ്ഞതാണ്, പിന്നെ വാക്കിന് വിലയില്ലാത്ത വക്കീലിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുതെന്ന്. അവനെ വാതിലടച്ചിരിക്കുകയാണ്, എന്ത് സംഭവിച്ചെന്ന് എങ്ങനെ അറിയാമെന്നും പറഞ്ഞ് ദുർഗയാണെങ്കിൽ ആകെ ദേഷ്യത്തിലേക്കാണ് കാണിക്കുന്നത്. അന്നേരം ദുർഗേച്ചിക്ക് ഇപ്പോൾ എന്താ വേണ്ടത്, എന്നോട് വെറുതെ പറഞ്ഞ് വഴക്കുണ്ടാക്കണോ അതോ വാതിലടച്ചിരിക്കുന്ന മൂർത്തിയെ പുറത്തിറക്കണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തുടർന്ന് അനുരാധയാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് റൂമിൽ തട്ടി മൂർത്തി എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ഈ ദുർഗയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞതാണ് വേണ്ടാന്ന്, അനിയൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. തുടർന്ന് അനുരാധ വന്ന് മൂർത്തി എന്ന് പറഞ്ഞ് വാതിൽ തട്ടുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. മൂർത്തി അനുരാധയാണ് വിളിക്കുന്നത്, തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ അച്ഛനും അമ്മയും ഒക്കെ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഈ ദുർഗ സഹോദരിയും വരികയാണ്. അന്നേരം എന്താ വാതിൽ തുറക്കുന്നില്ലേ, വക്കീൽ വിളിച്ചിട്ടും തുറക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ചേച്ചിക്ക് എന്താ വേണ്ടതെന്നും പറഞ്ഞ് അനുരാധ ആകെ സങ്കടത്തിലാണ്. അന്നേരം ഇത് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതല്ലേ, അകത്ത് കതകടച്ച് കരയുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അനുരാധ പറയുന്നുണ്ട്. അന്നേരം ദുർഗ വീണ്ടും ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ, ചേച്ചി ഒരു സ്കൂളിൻ്റെ മാനേജറല്ലേ, എന്തിനാ ഇങ്ങനെ തരം താഴ്ന്ന് സംസാരിക്കുന്ന, ആ ഒരു പ്രൊഫഷൻ്റെ അതെങ്കിലും കാണിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഈ ദുർഗയ്ക്ക് ദേഷ്യം വരികയാണ്. കണ്ടേ, അവളെൻ്റെ പ്രൊഫഷനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനാണല്ലോ ഇവിടെ വലിഞ്ഞേറി വന്നവൾ, ഇനി ആര് ചെത്തെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങോട്ടത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ദുർഗ അങ്ങോട്ട് ഇറങ്ങി പോകും.
പോവുകയാണ്. നടന്നാണ് പോകുന്നത്. കുടയൊക്കെ എടുത്ത് മഴ കാണിക്കുന്നുണ്ട്, കുടയൊക്കെ നോത്ത് പിടിച്ച് നടന്നു പോവുകയാണ്. അന്നേരം ഈ മൂർത്തിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ, നീ അവനെ ഒന്ന് പുറത്തിറക്കാൻ നോക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ അവസാനമാണെങ്കിൽ അനുരാധ പറയുന്നുണ്ട്, മൂർത്തി തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വാതിലിൻ്റെ കുറ്റി ഇങ്ങനെ തുറക്കുന്നുണ്ട്. അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം മൂർത്തിയെ കാണിക്കുന്നുണ്ട്. അന്നേരം മൂർത്തി ഇങ്ങനെ ആകെ ഒരു പിന്നെ ലെവൽ കെട്ട് ഇങ്ങനെ ആടി നിൽക്കുകയാണ്. അന്നേരം അകത്തത് കാണുന്നുണ്ട്, മദ്യം ഗ്ലാസ്സൊക്കെ ഇരിക്കുന്നത്. അനുരാധ അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് മൂർത്തി വാതിലങ്ങകത്തുനിന്ന് കുറ്റിയിടുകയാണ് ചെയ്യുന്നത്. അന്നേരം വലി മാത്രമല്ല കുടിയും തുടങ്ങിയെന്ന് ചോദിക്കുന്നു. അന്നേരം ഈ അച്ഛനും അമ്മയും ആകെ വിഷമിക്കുന്നുണ്ട്. അന്നേരം മൂർത്തി പറയുകയാണ്, അനുരാധ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് ആകെ ഒരു വിഷമം വന്നോല്. അന്നേരം ഇതൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ എൻ്റെ പട്ടികയിലുള്ളൂ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ, ഏത് തൊട്ടാലും അതും നഷ്ടം, എന്നും കടങ്ങൾ ലക്ഷങ്ങളുടെ ബാധ്യതയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടം. അന്നേരം ഇതൊക്കെ കുടിച്ചുകൊണ്ട് അതൊന്നും മാറില്ലല്ലോ എന്ന് പറയുകയാണ്. ഏറ്റവും അനുരാധ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തോ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ മൂർത്തി എന്ന് പറയുന്ന ആൾ എല്ലാം ബിസിനസ്സും ഒക്കെ ചെയ്ത് തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. അതിന് അനുരാധ ദേഷ്യപ്പെടുന്നില്ല. എന്നിട്ടും പിന്നെ ഈ മൂർത്തി പറയുന്നുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛനാണ്, പക്ഷേ ആ ഒരു അച്ഛന് നഷ്ടങ്ങൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് എന്നെ ഇങ്ങനെ ആക്കിയതിന് ഒക്കെ പിന്നിൽ എൻ്റെ അച്ഛനിപ്പോൾ ക്യാൻസറാണ്, ഒന്ന് അടുത്തിരിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുക ചെയ്യുന്നുണ്ട്. അന്നേരം അപ്പോൾ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആശ്വാസവും എല്ലാം കിട്ടുമെന്നാണോ കരുതുന്നതെന്നും പറഞ്ഞാൽ ഗ്ലാസും കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോയി അത് വാഷ് ബേസിനിലേക്ക് അനുരാധ ഒഴിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് മൂർത്തിയുടെ അടുത്തേക്ക് ഒന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഒളിച്ചോടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷേ അതിന് ധൈര്യപൂർവ്വം നേരിടണം, അതെൻ്റെ മൂർത്തിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞ് കൈപിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ മൂർത്തി പറയുന്നുണ്ട്, ഞാനെല്ലാം തൊട്ടതെല്ലാം നഷ്ടങ്ങളാണ്, ഞാൻ നിൻ്റെ ജീവിതം നശിപ്പിച്ചില്ല, നിനക്കൊരു കുഞ്ഞിനെ തരാനായിട്ട് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അതേ സങ്കടം വരുന്നുണ്ട്. അവസാനം മൂർത്തി ഇങ്ങനെ ആശ്വസിപ്പിച്ചു ഇരിക്കുന്ന അത്രയാണ് കാണിക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു കുടുംബ പ്രശ്നമാണ് അത്രയും നേരം കാണിക്കുന്നത്. ഇതേസമയം അവിടെ രാജീവിൻ്റെ അമ്മയാണെങ്കിൽ രാജീവിനോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതാണ്. രാജീവിനെ കാണിക്കുന്നില്ല. അമ്മാവനിങ്ങനെ അടുത്ത മുറ്റത്ത് തന്നെ ഇരിക്കുകയാണ്. നിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറയണം, ഇപ്പോൾ ഉള്ള സ്വത്തുക്കളെല്ലാം കൂടി കുഞ്ഞിൻ്റെ പേരിലേക്ക് പോയാൽ നിനക്ക് പിന്നെ ഒന്നും കാണില്ല, നിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയിക്കണം, എവിടെന്നോ വന്നൊരു കൊച്ചെല്ലാം കൂടി കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുറച്ച് കഴിയുമ്പോൾ രാജീവ് അങ്ങ് ഫോൺ കട്ടാക്കുകയാണ്. അന്നേരം അമ്മ പറയുന്നുണ്ട്, വിജയലക്ഷ്മി പറയുകയാണ്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ തന്നെയാണ്, കാര്യം പറയുമ്പോൾ കട്ടാക്കി പൊയ്ക്കളതെന്ന് പറയുകയാണ്, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി പോകാൻ തുടങ്ങുമ്പോൾ ഈ കൃഷ്ണൻകുട്ടിയാണ് പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ അങ്ങ് പറയില്ല, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാക്കണം, എന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് മുതൽ അവൻ്റെ ജീവിതം പോയി, ഇപ്പോൾ ഒരു കൊച്ചുമായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാ സ്വത്തുക്കളും കൂടി പിന്നെ ആ ഒരു കൊച്ചിൻ്റെ പേരിലേക്ക് അങ്ങ് പോയാൽ പിന്നെ അമ്മയും അമ്മാവനും ഒക്കെ അങ്ങോട്ട് വഴിയാധാരമാവും, അതൊക്കെ ഇങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ചങ്കിക്കൊള്ളുന്ന വർത്തമാനമൊന്നും പറയില്ല കൃഷ്ണൻകുട്ടി ചേട്ടാ എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം അതിനത് ചെറിയൊരു വഴിയുണ്ടെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജീവിൻ്റെ തീരുമാനം എന്താണെന്ന് ഇപ്പോൾ അറിയണമെന്ന്. അന്നേരം അവൻ്റെ തീരുമാനം എന്തോ, അവനിപ്പോൾ ജീവിക്കുന്നത് പോലെ അങ്ങ് ജീവിക്കണം, ഇപ്പോൾ കൂടെ ജീവിക്കുന്ന ആരുടെ കൂടെയാണോ ആ പെൺകുട്ടി വിവാഹം കഴിച്ച് അവിടെ ജീവിക്കണമെന്ന്, അവന് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു താല്പര്യവും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ ഇവളെ വിവാഹമോചനം ചെയ്യണ്ടെങ്കിലല്ലേ അത് നടത്തുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അതിനൊക്കെ ഇപ്പം വലിയ നൂലാമാലയാവില്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതിനൊക്കെ ഒരു വഴിയുണ്ട്, കേസും കോടതിയിൽ എത്തരുത് എന്ന് പറയുകയാണ്. അന്നേരം അതിപ്പോൾ നമ്മൾ എത്തിച്ചില്ലെങ്കിലും അവരെത്തിക്കില്ലേ എന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അന്നേരം ആളുണ്ടെങ്കിലല്ലേ കേസും കോടതിയിലേക്ക് ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ആളില്ല, കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയൊരു കൊലപാതകം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കൊല്ലാനോ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ആകെ അന്തം വിട്ടം കൂടി ചാടി എന്നൊക്കെയാണ്. അന്നേരം നമ്മളൊന്നും ചെയ്യണ്ട, പിന്നെ അതിനൊക്കെ പണി ഏൽപ്പിച്ചാൽ നന്നായിട്ട് ജോലി ചെയ്യുന്നവർ ഈ നാട്ടിലുണ്ട്, നമുക്ക് കിട്ടുന്ന ഭൂസ്വത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് ചെറിയൊരു ഇതായിരിക്കും എന്ന് പറയുന്നുണ്ട്, നമ്മളൊന്നും അറിയേ വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ കുഞ്ഞോ എന്നിങ്ങനെ വിജയലക്ഷ്മി ചോദിക്കുകയാണ്. കടയ്ക്കൽ കത്തി വെച്ചാൽ പിന്നെ കോശിഗ്രഹങ്ങളൊക്കെ താനെ അങ്ങ് ഉണങ്ങിക്കോളും എന്നിങ്ങനെ പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങനെ ശാരികയെ ഇല്ലാതാക്കാനുള്ള ആ ഒരു പ്ലാൻ അവിടെ കൃഷ്ണൻകുട്ടി തീരുമാനിച്ചിട്ട് വിജയലക്ഷ്മി കൂടെ കൊണ്ടവിടെ സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ ഫാമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ കാണുന്നില്ലല്ലോ എന്ന് വിളിക്കുകയെന്ന് പറയുകയാണ് പിള്ളയോട്. അന്നേരം പിള്ള ഇങ്ങോട്ട് ഫോൺ എടുക്കുമ്പോൾ അവർ വണ്ടി വരുന്നുണ്ട്. അന്നേരം ശിവനാണ്, ശാലിനി ഇറങ്ങുന്നുണ്ട്, ശിവനും ഇറങ്ങിയാണ്. അന്നേരം മോനെ വിഷ്ണു ഫാമിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുന്നതോട് തുടർന്ന് സത്യഭാമ ഇറങ്ങുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി അകത്തേക്ക് കയറുകയാണ്. അന്നേരമാണെങ്കിൽ ഇതിനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുക. അന്നേരം ഒരു കുഴപ്പമില്ല, എന്നെ ഒരു ഉപദ്രവിക്കുക ഒന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശിവൻ പറയുന്നുണ്ട്, ഞാൻ പോയി കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാം, സമയമായി എന്ന്. അന്നേരം വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നേക്കണം, എനിക്ക് അമ്പലത്തിൽ പോകണം, വഴിപാടൊക്കെ ഉണ്ട്, ഭഗവാനെ നന്ദി പറയാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ
സത്യഭാമ പറയുന്നുണ്ട് നന്ദി പറയുമ്പോൾ ഒരാളും കൂടിയുണ്ട് പറയാനായിട്ട്. കേസ് ഏറ്റെടുത്ത അനുരാധയോട് ആ വക്കീൽ എത്ര നന്നായിട്ടാണ് കേസ് കൈകാര്യം ചെയ്തത്, എത്ര നന്നായിട്ടാണ് വാദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി സത്യഭാമയെ അങ്ങോട്ടത്തേക്ക് വന്നിരുന്ന് ഭാമ അങ്ങോട്ടത്തെ ഇരിക്കുകയാണ്. പറയുന്നുണ്ട് ഞാനൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് അവളുടെ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്, ഇപ്പോഴും അതേ ഒരു ബലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് പൊന്നിയാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് വരികയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ അച്ചോടാ എവിടെയായിരുന്നു എന്നും പറഞ്ഞ് കൊച്ചിനെയൊക്കെ പോയി അങ്ങോട്ട് എടുക്കുമ്പോൾ പിള്ളേരൊക്കെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ പൊന്നിയോട് പറയുന്നുണ്ട് വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. അന്നേരം പൊന്നി വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ ഭാമ എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത് ശരിക്കൊന്നും കാണാൻ പോലും പറ്റിയില്ല, ഇങ്ങ് തന്നേന്നും പറഞ്ഞ് ഭാമ കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വരാം സമയമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇനി വന്നേക്കണേ എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ അച്ഛാന്നും പറഞ്ഞ് ശിവൻ ഇറങ്ങുന്നുണ്ട്. അന്നേരം പിള്ളയ്ക്കാണെങ്കിൽ ഈ ഭാമ കുട്ടിയെ എടുക്കുന്നതെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രാഘവന്നേരം അടുത്തേക്ക് ചെന്ന് പതിയെ പറയുകയാണ്, ഒരു പ്രാവശ്യം കൊച്ചിനെ എടുത്തപ്പോഴാണ് ജയിലിൽ പോയത്, ഇനിയൊരു പരീക്ഷണം വേണോ എന്നിങ്ങനെ രാഘവൻ്റെ അടുത്തേക്ക് ചെന്ന് രഹസ്യമായിട്ട് പറയുകയാണ്. രാഘവന്നേരം ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ ശാലിനിയെ ശ്രദ്ധിക്കുന്നില്ല. ശാലിനിയാണെങ്കിൽ ഭാമ കുഞ്ഞിനെ എടുത്ത് ആ കൊഞ്ചിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ പുതിയ കുറേ കഥാപാത്രങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ വക്കീലും വക്കീലിൻ്റെ കുടുംബവും ഒക്കെയാണ്. ഇനി അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ ഇനി സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ശാലിനിയാണോ സഹായിക്കുന്നത്, അതോ ഇനി മൂർത്തി ഇനി വില്ലനായിട്ടാണോ വരുന്നത്, അത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.